ചികിത്സ കിട്ടാതെ കൊല്ലം ചവറ സ്വദേശി വേണു മരിച്ചതിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതര വീഴ്ചയെന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. CHC മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വരെ വീഴ്ചയെന്ന് DME നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പറയുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിട്ടും ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശയില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന്. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, വേണുവിന്റെ മരണം കഴിഞ്ഞ് 1 മാസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഹൃദയസ്തംഭനം ഉണ്ടായതിനു ശേഷം 3 ആശുപത്രികളിലാണ് വേണുവിനെ കൊണ്ടുപോയത്. ആ 3 ഇടങ്ങളിലും അതിഗുരുതരമായ അനാസ്ഥയോ വീഴ്ചയോ ഉണ്ടായി എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. CHC നമുക്ക് വിടാം തൽക്കാലത്തേക്ക്. പക്ഷേ കൊല്ലം ജില്ലാ ആശുപത്രി ഒപ്പം അവസാനം എത്തിച്ച മെഡിക്കൽ കോളേജിൽ 5 ദിവസം അദ്ദേഹത്തിന് കിടക്കേണ്ടി വന്നു. ആ നിസ്സഹായാവസ്ഥ അദ്ദേഹത്തിന്റെ തന്നെ വോയിസ് ക്ലിപ്പായി പുറത്തു വന്ന് നമ്മൾ കേട്ടതാണ്. ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞതാണ്. ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏതൊക്കെ മേഖലയിലൂടെ എത്ര കാര്യക്ഷമമായ അന്വേഷണം ഈ നിയോഗിച്ച സമിതി നടത്തിയിട്ടുണ്ട്, ഈ റിപ്പോർട്ടിന്മേൽ എന്തെല്ലാം നടപടികൾക്ക് സാധ്യതയുണ്ട്? സൈഫുദ്ദീൻ, ചവറ പന്മന സ്വദേശിയായിട്ടുള്ള വേണുവിന്റെ മരണം സംഭവിച്ചത് നവംബർ 5-ാം തീയതിയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു മരണമുണ്ടായത്. ഇതിനു പിന്നാലെയാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത്. കൃത്യമായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് തന്റെ ഭർത്താവിന്റെ മരണം സംഭവിച്ചെന്ന് കാണിച്ചുകൊണ്ട് ഭാര്യ സിന്ധുവാണ് ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയും അതിലാണ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും 4 അംഗ വിദഗ്ധ സമിതി അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തത്. അവരുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. അതായത് വീഴ്ചകൾ പല ഘട്ടത്തിലും സംഭവിച്ചു. ആ വീഴ്ചകളുടെ ഫലമായി വേണുവിന് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കണ്ടെത്തലിന്റെ രത്നചുരുക്കം. എങ്ങനെ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേണു ആദ്യം ഹൃദയ സംബന്ധമായ ചികിത്സ, അതായത് ഹാർട്ട് പേഷ്യന്റ് ആണ്, അതുകൊണ്ട് തന്നെ ആദ്യം ചികിത്സയ്ക്ക് പോയത് ചവറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലായിരുന്നു. അവിടെ കൃത്യമായി രോഗം നിർണ്ണയിക്കുന്നതിനോ പ്രാഥമികമായി അടിയന്തര ചികിത്സ അവിടെ നൽകുന്നതിനോ കഴിഞ്ഞില്ല. അവിടെ നിന്നും കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് വരുന്ന സമയത്താണ് അടുത്ത ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ കാത്ത് ലാബ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, വേണ്ടുന്ന ജീവനക്കാരില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി വേണുവിന്റെ ഭാര്യ സിന്ധു ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി സിന്ധു, മരണം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 2 മാസത്തിനടുത്തായിട്ടുണ്ടാകണം അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾ നേരത്തെ ആരോപിച്ചതുപോലെ, പരാതിപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് വേണുവിന് ആ ഹൃദയസ്തംഭനം ഉണ്ടായതിനു ശേഷം ഒരാശ്വാസത്തിനായി അല്ലെങ്കിൽ അസുഖം മാറുന്നതിന് വേണ്ടി എവിടെയെല്ലാം നിങ്ങൾ കൊണ്ടുപോയി അവിടെയെല്ലാം വലിയ വീഴ്ചയും അനാസ്ഥയും ഉണ്ടായി എന്നിപ്പോൾ സമ്മതിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തു വരുമ്പോൾ എന്താണ് കുടുംബത്തിന് തോന്നുന്നത്? റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അവർ ഭാഗികമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് തെറ്റ് പറ്റി അവർ ഭാഗികമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ആർക്കെതിരെയും ഒരു നടപടി എടുത്ത് കാണുന്നില്ല. ഭാഗികമായി സമ്മതിക്കുന്നുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. എനിക്കത് വായിച്ചിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അവർക്ക് വീഴ്ച പറ്റി. പിന്നെ അവര് പറയുന്നത് നമ്മൾ ഡിലേ ചെയ്തു അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നും നമ്മൾ സൂചിപ്പിക്കുന്നില്ലല്ലോ. എവിടെ ഇപ്പൊ കുടുംബം എവിടെ ഡിലേ ചെയ്തു എന്നാണ് അവർ പറയുന്നത്? തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം അതോ തുടക്കത്തിൽ തന്നെ? ഹസ്ബൻഡ് വയ്യാതെ വന്നു, നമ്മൾ പിറ്റേന്ന് കൊണ്ടുപോയി, നമ്മൾ ഡിലേ ചെയ്തു. അതേപോലെ ആംബുലൻസ് വിളിക്കാൻ ഡിലേ ചെയ്തു, ഹോസ്പിറ്റലിൽ ഡിലേ ആയി, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അവര്. എനിക്ക് തോന്നുന്നു ആ റിസൾട്ട് വായിച്ചിട്ട് ഭാഗികമായിട്ട് സമ്മതിച്ചു എന്നാണ്. അതുപോലെ അതില് റിസൾട്ടില് അവര് എന്തൊക്കെ ഇനി എന്ത് തുടർ നടപടി എന്ത് സ്വീകരിച്ചു? തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷം 5 ദിവസം ഭർത്താവ് അവിടെ കിടന്നല്ലോ. ഇപ്പൊ വരാന്തയിലടക്കം കിടക്കേണ്ട ഒരു ദുരവസ്ഥ ഉണ്ടായി. അതിലെന്താണ് ആ റിപ്പോർട്ടിനകത്തുള്ളത്? റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഓക്കെയാണ്. അതായത് നിങ്ങൾ പരാതിയായി ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അതിനകത്ത് റിപ്പോർട്ടിലുണ്ടല്ലേ? റിപ്പോർട്ടിലുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സജഷൻസ് വെച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് കാത്ത് ലാബിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരുടേതായ കാര്യങ്ങളാണ്. പക്ഷേ മരിച്ച് 2 മാസം കഴിഞ്ഞിട്ടും ഈ വേണുവിന്റെ കുടുംബത്തിന് അവർ എന്ത് ചെയ്തു എന്ന് വിളിച്ചിട്ട് പോലുമില്ല. നഷ്ടങ്ങൾ എനിക്ക് മാത്രമേ സംഭവിക്കൂ, എനിക്ക് എന്റെ മക്കൾക്ക് മാത്രമേ സംഭവിക്കൂ. അതായത് ഒരു നഷ്ടം അവനവന്റെ കുടുംബത്തെ സംഭവിക്കുമ്പോൾ മാത്രമേ അതിന്റെ വേദന അറിയത്തുള്ളൂ. അത് മാത്രമല്ല, എനിക്ക് പിന്നീട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്. കഴിഞ്ഞ മാസം ഒരു 15 കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക്
SC കമ്മീഷനിൽ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 6-ാം തീയതി അവരുടെ കമ്മീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഏറ്റവും വേദന തോന്നിയ ഒരു കാര്യമായിരുന്നു. ഹലോ, എന്തായിരുന്നു അനുഭവം പറയൂ. അതായത് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അദാലത്തിലാണ് വിളിച്ചത്. അതായത് നവംബർ 5-ാം തീയതി എന്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് ആ ഒരാഴ്ച ഏറ്റവും പീക്കിൽ നിന്ന ഒരു ന്യൂസ് ആയിരുന്നു ഇത്. എന്നിട്ട് എന്നെ വിളിച്ചത് SC കമ്മീഷന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അദാലത്തിന് വിളിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോഴ് വസ്തു തർക്കവും വഴി തർക്കം, പിന്നെ രക്തബന്ധങ്ങൾ തമ്മിലുള്ള അടി, അങ്ങനെയുള്ള ഒക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു. അവിടെ ആ ഒരു ന്യൂസിന്റെ ഇടയ്ക്കാണ് എന്നെ അവിടെ വിളിച്ചിരുത്തിയത്. ഏറ്റവും വേദന തോന്നിയ ഒരു കാര്യമായിരുന്നു. അതേപോലെ എന്നെ വിളിച്ചിട്ട് എന്താ വന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നാണെന്ന് പറഞ്ഞു. അന്നേരം എന്റെ ചോദിച്ചു ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. അന്നേരം എന്നോട് ചോദിച്ച ചോദ്യം, ജീവൻ രക്ഷിക്കാനാണ് എന്തിനു വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നാണ് ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചത്. അതായത് ഒരു ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു വ്യക്തിയാണ് ചോദിച്ചത്. നമ്മൾ എന്തിനാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത്? അല്ലെങ്കിൽ കേരളത്തിൽ നമ്പർ 1 മെഡിക്കൽ ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന മെഡിക്കൽ കോളേജാണ് ഞാൻ എത്തിച്ചത്. എന്നോട് ചോദിച്ച ചോദ്യം എന്തിനു വേണ്ടി, ജീവൻ രക്ഷിക്കാനാണെങ്കിൽ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജ് എത്തിച്ചതെന്നാണ് ചോദിച്ചത്. ഏറ്റവും വേദന തോന്നിയ ഒരു കാര്യമായിരുന്നു അത്. താങ്കൾ എന്ത് മറുപടി പറഞ്ഞു? അപ്പോ ഞാൻ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ സത്യത്തിൽ ഞാൻ കണ്ണ് നിറഞ്ഞു. ഞാൻ കരഞ്ഞു തുടങ്ങി. അങ്ങനെ എന്നോട് ചോദിച്ചു എന്തിനാ കരയുന്നത്. അങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ആയാലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ജീവൻ രക്ഷിക്കണമെങ്കിൽ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് മാത്രമല്ല അവിടെ അതേപോലെ എംപ്ലോയ്മെന്റ് കുറെ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 108 കേസുകളും ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പക്ഷെ ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവര് രാവിലെ വന്ന് അവരുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് അവരുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് അവരങ്ങ് പോയി. ഞാൻ ഏകദേശം ഒരു 4-4:30 കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു അവിടെ. അന്നേരമാണ് അദ്ദേഹം പറയുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് രാവിലെ വന്ന് അവർ റിപ്പോർട്ട് തന്നിട്ട് പോയി. ഞാൻ ഇതൊക്കെ ഒന്ന് വായിക്കട്ടെ, നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കേസ് എടുക്കാം.